ഫിസിക്സിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് ലോ ഓഫ് മോഷനെ കുറിച്ചാണ്. ഇനി നമ്മൾ കൺസർവേഷൻ ഓഫ് മൊമെന്റം. ആദ്യം എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് momentum says that if there is no external force acting on a system of interacting particles, the total linear momentum of the system remains constant. If there is no external force acting on a system of interacting particles, the total linear momentum of the system remains constant. ഒരു സിസ്റ്റത്തിലേക്ക് എക്സ്റ്റേണലായിട്ട് ഒരു ഫോഴ്സ് പ്രയോഗിക്കാത്തത്തോളം കാലം അതിന്റെ ലീനിയർ മൊമെന്റം എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. സ്റ്റേറ്റ്മെന്റ് ഒന്ന് ക്ലിയർ ആവുക. ദിസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് if there is no external force acting on a system of interacting particles, the total linear momentum of the system remains constant. Okay, നമുക്ക് ഇതിന്റെ പ്രൂഫ് ഒന്ന് ചെയ്യാം. ഇത് ശരിയാണോ? The proof for law of conservation of momentum. Okay, let's look at the case pretty detailed. Consider two bodies A and B of masses ma and mb. Moving with initial velocities uv and ub along a straight line. A, B എന്നീ രണ്ട് വസ്തുക്കൾ ma mb മാസുള്ള A, B എന്ന് പറയുന്ന രണ്ട് വസ്തുക്കൾ എന്ത് ചെയ്യുന്നു? uv ub വെലോസിറ്റിയുടെ സ്ട്രെയിറ്റ് ലൈൻ കൂടി let A be moving faster than B. അതിൽ A എന്ന് പറയുന്നത് പുറകിലെ ബോഡി A എന്ത് ചെയ്യുന്നു? B യേക്കാൾ അല്പം വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. A be moving faster than B. A B യേക്കാൾ വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. സോ എന്ത് ചെയ്യും? After a time t second ഒരു കുറച്ച് സമയം ഈ സമയം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? പുറകെ പോകുന്ന സ്പീഡ് കൂടെ കുറച്ച് കഴിഞ്ഞിട്ട് രണ്ടുകൂടെ കൊളീഷൻ നടക്കുമ്പോൾ A exerts a force on B. During collision, the body exerts a force FAB on B, and the body B exerts a force FBA on A. Collision നടക്കുമ്പോൾ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോഴ്സ് ഉപയോഗിക്കുമല്ലോ. അപ്പം A എന്ന് പറയുന്ന വസ്തു ബിയിലെ ഒരു ഫോഴ്സ് ഉപയോഗിക്കും, അതാണ് FAB. അതേപോലെ B എയിൽ ഒരു ഫോഴ്സ് ഉപയോഗിക്കും, അതാണ് FBA. After collision ശേഷം they move with velocities VA and VB along the same direction. അതിനുശേഷം അവർ അതേ ഡയറക്ഷനിൽ VA velocity collision velocity change ചെയ്തിട്ട് VA VB velocity ഇതാണ്. അപ്പോൾ ma mb മാസുള്ള A B എന്ന് പറഞ്ഞ രണ്ട് വസ്തുക്കൾ ഒരു സ്ട്രെയിറ്റ് കൂടി സഞ്ചരിക്കുന്നു. അവരുടെ വെലോസിറ്റി ഉയും യുബിയുമാണ് എല്ലാവർക്കും. ഇനി നമുക്കറിയാം A എന്ന് പറയുന്നത് B യേക്കാൾ വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. A B moving faster than B. കുറേ A വരുന്നത് B യേക്കാൾ സ്പീഡിൽ കൂടുതൽ. അതുകൊണ്ട് തന്നെ ആഫ്റ്റർ 10 സെക്കൻഡ് കുറച്ച് സമയം കഴിയുമ്പോൾ A B തമ്മിൽ കൂട്ടിയിരിക്കും. ഈ കൊളീഷൻ നടക്കുമ്പോൾ A Bയിലേക്ക് ഒരു ഫോഴ്സ് ഉപയോഗിക്കും, അതാണ് FAB. അതായത് B Aയിലേക്ക് ഒരു ഫോഴ്സ് ഉപയോഗിക്കും, അത് FB. ആ കൊളീഷന് ശേഷം അവർ അതേ ഡയറക്ഷനിൽ VA VB പറഞ്ഞ വെലോസിറ്റിയിൽ ഇതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് A during collision. Rate of change of momentum of A during collision. Collision നടക്കുമ്പോൾ rate of change of momentum of A ഉണ്ടാകുന്ന rate of change of momentum
എന്താണ് ആർക്ക് വ്യത്യാസത്തിന്റെ നിരക്ക് എന്താണ് ഫൈനൽ മൊമെന്റം ഓഫ് എ എം വി എ മൈനസ് ഇനീഷ്യൽ മൊമെന്റം ഓഫ് എ മാസ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി എം യു എ ഡിവൈഡഡ് ബൈ ആയിരിക്കുമല്ലോ. അതേപോലെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് ബി ഡ്യൂറിംഗ് കൊളീഷൻ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് ബി ഡ്യൂറിംഗ് കൊളീഷൻ കൊളീഷനിൽ ബി ഉണ്ടാകുന്ന ആർക്ക് വ്യത്യാസത്തിന്റെ നിരക്ക് എന്തുമായിരിക്കും ഫൈനൽ മൊമെന്റം ഓഫ് ബി എം വി ബി മൈനസ് ഇനീഷ്യൽ മൊമെന്റം ഓഫ് ബി എം യു ബി ഡിവൈഡഡ് ബൈ rate of change of momentum of B during collision equals m into VA VB minus UB divided by T. ये हमको नाले चीजें कहते हैं लेफ्ट हैंड फॉर्म बनाने वाले m into VA minus UB by T ये होता इधर आने वाले m into VB minus UB clear आ गया. इन्हें according to second law of motion second law force is equal to rate of change of momentum. Force proportional to rate of change of momentum ആണ്. അപ്പോൾ proportionality constant നമ്മൾ 1 എടുത്ത് കഴിഞ്ഞാൽ പറയാൻ പറ്റും force is equal to rate of change of momentum. അങ്ങനെയാണെങ്കിൽ the force exerted by A on B during collision. Force exerted by A on B during collision F A B is equal to according to second law. Second law അനുസരിച്ച് the force exerted by A on B is equal to rate of change of momentum of A during collision. That is equal to m into VA minus UA by T. The force exerted by B on A, force exerted by B on A, B gaining rate of force. F BA is equal to rate of change of momentum of B during collision. That's equal to F BA is equal to m into VB minus UB. Rate of change of momentum of A equals change in momentum divided by time m into VA minus UA by T into rate of change of momentum of B during collision m into VB minus UB by T into. ഇനി സെക്കൻഡ് ലോ അനുസരിച്ച് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ഫോഴ്സ് തുല്യമാണ്. അങ്ങനെയെങ്കിൽ ഫോഴ്സ് എക്സൈറ്റഡ് ബൈ എ ഈക്വൽസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് എ ആണ്. എഫ് എ ബി ഇസ് ഈക്വൽ ടു എം ഇൻറ്റു വി എ മൈനസ് യു എ ബൈ ടി എഴുതാം. അതേപോലെ തന്നെ സിമിലർലി എഫ് ബി എ ഇസ് ഈക്വൽ ടു എം ഇൻറ്റു വി എ മൈനസ് യു എ ബൈ ടി. ഇനി നമ്മൾ തേർഡ് ലോ ഉപയോഗിക്കണം. അതാണ് ഈ തേർഡ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. തേർഡ് ലോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു തേർഡ് ലോ FAB is equal to minus of FBA. Action equal and opposite ആയിരിക്കും reaction. രണ്ടും കൂട്ടിയിടുമ്പോൾ ഒന്ന് പ്രയോഗിക്കുന്ന action ആണെങ്കിൽ മറ്റേ തിരിച്ചുവിടുന്ന reaction ആയിരിക്കും. FAB എന്ന് പറയുന്നത് minus of FBA ആയിരിക്കും. According to third law, FAB is equal to minus of FBA. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇതിനെ ഇക്വേറ്റ് ചെയ്യാം. is equal to m into VA minus UA divided by T is equal to minus of m into VB minus UB divided by T. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ T ഉണ്ട് ക്യാൻസൽ ആയി. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് ഇനി ഓപ്പൺ ചെയ്ത് വരുമ്പോൾ m VA minus m UA equals minus of m UB minus m VB minus m minus into minus plus plus m bracket out ചെയ്തിട്ടാണ് m into VA m VA minus m into UA m UA equals minus of minus into minus m into VB minus m VB minus into minus plus plus m ഇനി നമുക്ക് v ടേംസിനെ ഒരു സൈഡിലേക്ക് മാറ്റാം u ടേംസിനെ വേറെ സൈഡിലേക്ക് മാറ്റാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ m into VA ഇവിടെ minus m VB replace ചെയ്തിരിക്കുന്നു plus m VB equals
ഈ മൈനസ് എം യു എ അപ്ലൈ ചെയ്യുമ്പോൾ എം യു എ പ്ലസ് എം യു എ പ്ലസ് എം. ഇനി ഇതൊക്കെ എന്ത് ടേമുകളാണെന്ന് നോക്കിയേ. എം വി എ മാസ് ഇൻറ്റു ഫൈനൽ വെലോസിറ്റി ഓഫ് എ ആണ്. അതായത് ഫൈനൽ മൊമെന്റം ഓഫ് എ പ്ലസ് എം ഇൻറ്റു വി ബി മാസ് ഇൻറ്റു ഫൈനൽ വെലോസിറ്റി ഓഫ് ബി ആണ്. അതായത് ഫൈനൽ മൊമെന്റം ഓഫ് ബി. അപ്പോൾ ഫൈനൽ മൊമെന്റം ഓഫ് എ പ്ലസ് ഫൈനൽ മൊമെന്റം ഓഫ് ബി ഈക്വൽസ് ഇനീഷ്യൽ മൊമെന്റം ഓഫ് എ പ്ലസ് ഇനീഷ്യൽ മൊമെന്റം ഓഫ് ബി ആണ്. അല്ലെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും എന്നത് ഫൈനൽ മൊമെന്റം ആണ്. എയുടെ ബിയുടെ ടോട്ടൽ ഫൈനൽ മൊമെന്റം ആണ്. നമുക്കറിയാം ഫൈനൽ മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ, കൊളീഷന് ശേഷമുള്ള ഫൈനൽ മൊമെന്റം ഈക്വൽസ് അല്ലെങ്കിൽ ഫൈനൽ ടോട്ടൽ രണ്ടിന്റെ ടോട്ടൽ മൊമെന്റം. എയുടെ ബിയുടെ ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ ഈക്വൽസ് ഇത് രണ്ടിന്റെ ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളീഷൻ. ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളീഷൻ. അതായത് കൊളീഷന് ശേഷമുള്ള മൊമെന്റവും കൊളീഷന് മുമ്പുള്ള മൊമെന്റവും എപ്പോഴും തുല്യമായിരിക്കും. അതായത് അവിടെ മൊമെന്റം എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ്. പാസത്തിന്റെ ഭാഗത്ത് അവിടെ പ്രയോഗിച്ചില്ലായിരിക്കും. അവിടെ കൊളീഷൻ മൊമെന്റം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. ഏറ്റവും പ്രാവശ്യം മുമ്പൊക്കെ ചോദിക്കുന്നതാണ്. വളരെ സിമ്പിൾ ആണ്. സ്റ്റെപ്പ് നേടി നോക്കിയാൽ മതി. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ആ സ്റ്റേറ്റ്മെന്റും പ്രൂഫുകൂടെ പെട്ടെന്ന് കൺസർവേഷൻ ഓഫ് മൊമെന്റം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. Law of conservation of momentum says that there is no external force acting on a system of particles. The total momentum of the system remains constant. And the proof one, consider two bodies A and B of masses ma and mv moving with velocity uv and uv along a straight line. That A moving faster than B. After time t second, A and B collide with each other. After collision, they move with velocity VA and VB in the same direction. അങ്ങനെയാണെങ്കിൽ rate of change of momentum of A during collision. Collision A ഉണ്ടാകുന്ന ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് change in momentum of A divided by time. അതായത് final momentum of A minus initial momentum of A divided by time. എന്നിട്ട് m into VA minus VA by T. അടുത്തത് rate of change of momentum of B during collision. Collision B ഉണ്ടാകുന്ന ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് final momentum of B minus initial momentum of B divided by time. m into VB minus VB by T. ഇനി according to second law അനുസരിച്ച് എന്താണ്? rate of change of momentum is equal to force ആണ്. rate of change of momentum എന്ന് പറയുന്നത് ഇതിന് തുല്യമാണ്, ഫോഴ്സിന് തുല്യമാണ്. അങ്ങനെ നമുക്ക് the force exerted on A on B. A എന്ന് പറയുന്ന വസ്തു B യിൽ പ്രയോഗിക്കുന്ന ഫോഴ്സ് rate അതുകൊണ്ട് FAB is equal to rate of change of momentum A during collision. A ഉണ്ടാകുന്ന ആക്ക വ്യത്യാസത്തിന്റെ നിരക്കിന് തുല്യമായിരിക്കും. അതായത് m into VA by UA by T. അതേപോലെ തന്നെ ഫോഴ്സ് എക്സെപ്റ്റഡ് ബൈ ബി പ്രയോഗിക്കുന്നത് അതിന്റെ തുല്യമായിരിക്കും. B ഉണ്ടാകുന്ന ആക്ക വ്യത്യാസത്തിന്റെ നിരക്കിന് തുല്യമായിരിക്കും. അതായത് m into VB minus UB by T തുല്യമായിരിക്കും. തേർഡ് ലോ അനുസരിച്ച് റിയാക്ഷൻ അനുസരിച്ച് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ആണ്. രണ്ട് വസ്തുക്കൾ കൂട്ടിയിട്ട് ഒന്ന് പ്രയോഗിക്കുന്ന ഫോഴ്സ് നേരെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും മറ്റേത്. അങ്ങനെയാണെങ്കിൽ അക്കോർഡിംഗ് ടു തേർഡ് ലോ ഓഫ് മോഷൻ FAB is equal to minus of FB ആണ്. അതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് ഈക്വേറ്റ് ചെയ്യുമ്പോൾ m into VA minus UA by T is equal to minus m into VB by UB by T. ടൈം ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ MA VA minus MA UA equals minus MB UB plus M UB VB plus M UB. അതിനൊന്ന് അറേഞ്ച് ചെയ്ത് V ടേംസ് യൂസ് ചെയ്തേക്കും U ടേംസിനെ മറ്റേ സൈഡിലേക്ക് കൂട്ടി കഴിഞ്ഞാൽ MA VA plus MA UB is equal M VA plus M VB is equal to M എന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത് ഇവിടേക്കാണ് പറയുമ്പോൾ തെറ്റിപ്പോകും. അല്ലേ എം എ അല്ലെങ്കിൽ എന്ന് പറയുന്നത് എം എന്ന് ക്യാൻസൽ ആകാതെ നമുക്ക് എപ്പോഴും നോട്ട് കിട്ടും. അതുകൊണ്ടാണ് മാസം അത് ഇവിടെ എല്ലാം നമ്മൾ എമ്മിൽ മാസം എം എ ബി എ ഇവിടെ മാസം എം എന്നല്ല എം
പിന്നെ കിട്ടും MA VA minus MA UA plus minus of MB VB plus MB UB. Arrange ചെയ്യുമ്പോൾ MA VA plus MB VB is equal to MA UA plus MB UB. അതായത് total momentum after collision is equal to total momentum before collision. അതായത് total momentum